ഭാഗവതം സ്കന്ധം 10-1 5, 6, 7 അധ്യായങ്ങൾ. ഇവിടെ നന്ദഗോപന്റെ ഗോകുലത്തില് കൃഷ്ണനെത്തി. അത് കൊച്ചുകുട്ടിയായിട്ട്, ശിശുവായിട്ട്. ഇനി ആ ശിശുവിന്റെ കാര്യം പറയുകയാണ്. അപ്പൊ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്, ഇതൊരു കുട്ടിയായിട്ട് എടുക്കരുത്, കാലമാണ്. ആ ഒരു രാജഭരണം ദുഷിക്കുമ്പോൾ കാലമാണ് എന്ത് ചെയ്യുന്നത്? ആ വ്യവസ്ഥിതിയെ തച്ചുടക്കാൻ നോക്കുന്നത്. ഒരു ദുഷിക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, കാലം, അല്ലെ വിഷ്ണു പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവതരിക്കുന്നു. അത് കാലമായിട്ടാണ് അവതരിക്കുന്നത്. കാലമാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. കാലം തന്നെയാണ് കൃഷ്ണൻ, അത് തന്നെയാണ് രാമനുമെല്ലാം. അപ്പൊ കാലമാണ് ചേഞ്ച് വരുത്തുന്നത്. അപ്പൊ കാലത്തെ ശിശുവായി കാണണം. കാലം പക്ഷെ എല്ലാത്തിലും വ്യക്തികളിൽ ഇറങ്ങിയിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അർജുനനോട് പറഞ്ഞത്, ഞാനിതെല്ലാം മണ്ടേ കൊന്നയാണ്, പക്ഷെ നിന്റെ ജോലി എന്താണ്? നിന്നെ സൃഷ്ടിച്ച അതിനു വേണ്ടിയാണ്. അപ്പോൾ ഓരോ വ്യക്തികളിലൂടെയാണ് കാലം പ്രവർത്തിക്കുക. ആദ്യം പ്രവർത്തിക്കുന്നത് എന്തായിരിക്കും? ഭരണം ദുഷിക്കുമ്പോൾ ഗ്രാമങ്ങളിലാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലം അതാണ് ജയിലായിട്ട് ചിത്രീകരിച്ചത്. ഏറ്റവും ലോകത്തിലെ ദേശത്തിൽ എവിടെയാണോ ഉള്ളത് അത് ഗ്രാമങ്ങളായിരിക്കുമല്ലോ. അവിടെ അതാണ് കാലിത്തൊഴുത്ത് എന്നെല്ലാം പറഞ്ഞത്. അവിടെയാണ് ഇതിന്റെ ഉദയം. അവിടെ ആ ഉദയം എങ്ങനെയായിരിക്കും? പ്രതിഷേധമായിട്ടായിരിക്കും. ആ ഭരണത്തിനെതിരായിട്ടുള്ള പ്രസ്താവനകളായിട്ടായിരിക്കും. അതാണ് കാലമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ അതിനെയാണ് തച്ചുടച്ചിട്ട് കുട്ടികളെ ഉണ്ടാകുന്നതിനെ തച്ചുടക്കാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ പറയുകയാണ്. അപ്പൊ ഈ കുട്ടി കാലം ജനിക്കുമ്പോൾ, ഈ പ്രതിഷേധം ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ നാട്ടിലുള്ള എല്ലാവരും യശോദക്കൊരു കുട്ടി ജനിച്ച്, അല്ലെ നന്ദഗോപർക്കൊരു കുട്ടി ജനിച്ച് എന്ന് കണ്ടുകൊണ്ട് എല്ലാവരും കാണിക്കുകയല്ലായിട്ട് വരികയാണ്. ഇത് തന്നെയാണ് യേശുവിന്റെ കാര്യത്തിലും പറഞ്ഞത്, എല്ലാവരും കാണിക്കുകയായിട്ട് വരികയാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം, ആരെങ്കിലും ആ ഭരണത്തിനെതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ ശക്തിയില്ല. അപ്പൊ എവിടെയെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ ജനങ്ങൾ അതിന്റെ പക്ഷം നിൽക്കും, അവർ ഇഷ്ടപ്പെടും. അതാണ് ഗോപന്മാരും ഗോപികമാരും എല്ലാം അതിന്റെ കൂടെ നിൽക്കുന്നു, കാണിക്കയായിട്ട് പോകുന്നു. അപ്പൊ ഈ പ്രതിഷേധം എവിടെയെല്ലാം ഉണ്ടാവുന്നത്? നമുക്ക് ഉള്ളിലുണ്ടാവും പക്ഷെ നമുക്കതിനുള്ള ധൈര്യമില്ല. പിന്നെ അതിനുള്ള എന്ത് വേണം? ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആരെങ്കിലും എല്ലാം മുന്നോട്ടേക്ക് വരണം. അപ്പോൾ എല്ലാവരും അവരുടെ മാനസികപരമായിട്ട് ഒരു അടുപ്പം കാണിക്കും. അതാണ് ഇവിടെ ജനിച്ച ഈ കുട്ടീനെ കാണാൻ എല്ലാവരും കാണിക്കയായിട്ടെല്ലാം വരിക. അവർക്ക് കണ്ണിലുണ്ണിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു. അപ്പൊ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഭരണത്തിനെതിരായിട്ട് ജനവികാരമാണ് അവിടെ പ്രകടമാകുമ്പോൾ എല്ലാവരും ആ പ്രകടിപ്പിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകും. അങ്ങനെയാണ് കാലം ആദ്യം തുടങ്ങുന്നത്. ഒരു ഭരണം ദുഷിക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി, എവിടെയാണോ പ്രതിഷേധം ഉണ്ടാകുന്നത് അവിടെ നിന്നാണ് കാലം, അതിൽ നിന്നാണ് വളർന്ന് വരാൻ പോകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ അപ്പൊ അവർക്കവിടെ ജനത്തിന്റെ ഒരു സപ്പോർട്ടുണ്ട്. ഗ്രാമങ്ങളിലാണ് അപ്പൊ ഇവിടെ എന്തു പറഞ്ഞിട്ടുണ്ട്? വസുദേവൻ ശൈവവംശത്തിൽ, വസുദേവന്റെ അമ്മാവന് വൈശ്യജാതിയിൽ പിറന്നവനാണ് നന്ദൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈശ്യർ എന്ന് പറഞ്ഞാൽ കച്ചവടം, കൃഷി ചെയ്യുക, ഈ പശുക്കളെയെല്ലാം നോക്കുക. അപ്പോൾ അന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട എന്താണ്? കൃഷിയും പശുക്കളെ മേയ്ക്കലും എല്ലാം തന്നെയാണ്. അതുകൊണ്ടാണ് യേശുവിൽ എന്ത് പറഞ്ഞത്? ആട്ടിടയന്മാരായി, ആ നാട്ടില് ആട്ടിടയന്മാരായി ചിത്രിച്ചു. ഇവിടെ എന്താക്കി? പശുക്കളെ വളർത്തുന്നവര്, അതാണ് വൈശ്യരെന്ന് പറഞ്ഞത്. അപ്പൊ വൈശ്യരുടെ ഇടക്കാണ് കൃഷ്ണൻ എന്ത് ചെയ്യുന്നത്? വളരുന്നത്. അതായത് കൃഷിപ്പണിയെല്ലാം ചെയ്ത് കർഷക തൊഴിലാളികളോ എല്ലാം അവർക്ക് തന്നെയാണല്ലോ ഈ പശുക്കളെല്ലാം ഉള്ളത്. അവരെവിടേക്കാണ് ഇവർ വളരുന്നത്? അവരാണ് അവരെ പ്രൊട്ടക്ട്. അതാണ് ഗോപന്മാരും ഗോപികമാരും. അവരുടെ ഇടക്കുന്നാണ് ഈ വിത്ത് മുളക്കുന്നത്. അതിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞ? ആ സമയത്ത് നന്ദഗോപര് എന്ത് ചെയ്യുന്നു? കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെയെല്ലാം
ഈ കുട്ടിയുടെ നാട്ടുകാരുടെ സ്നേഹത്തിൽ വളരുകയാണ്. കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകുന്നു? കംസന്റെ മധുരയിലേക്ക് പോകുന്നു. അപ്പൊ നികുതി കൊടുക്കണമല്ലോ. അപ്പൊ ആ വ്യവസ്ഥിതിയോട് പറയാണ്, ഈ കർഷകർ പാവപ്പെട്ട ജനങ്ങളും എന്ത് വേണം? നികുതി കൊണ്ട് കൊടുത്തേ പറ്റൂ. അപ്പൊ നികുതി കൊണ്ട് അടക്കാൻ പോകുക, ടാക്സ് അടക്കാൻ, അതായത് പലിശയെല്ലാം അടക്കാൻ പോവുകയാണ്. പലിശ അടക്കമുള്ള അങ്ങേർക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഇതെല്ലാണ് രാജാവിന്. അപ്പൊ അവിടെ പോകുമ്പോൾ അവിടെ വെച്ച് വസുദേവരെ കാണുന്നു. വസുദേവരുമായിട്ട് അപ്പൊ വസുദേവരുമായിട്ട് ആ കണ്ട പരിചയം അത് ഇതെല്ലാമായിട്ട് വളരെ നല്ലോണം സംസാരിച്ചതിന്റെ ഇരുന്നതിന്റെ ശേഷം പറയുന്നു, നീ ഉടനെ തന്നെ പോയിക്കൊള്ളണം, ഇവിടെ ആകെ പരിപാടി സുഖമില്ല, അതുകൊണ്ട് നീ കപ്പം കൊടുത്തില്ല, വേഗം നിന്റെ നാട്ടിൽ തന്നെ പോകുന്നതാ നല്ലത്. അപ്പൊ അത്രയും ഭീകരാവസ്ഥയാ അവിടെ. ഗ്രാമങ്ങളിൽ അത് പറ്റൂല, കാരണം ജനത്തിന്റെ സപ്പോർട്ടുണ്ട്. കണ്ടിലുണ്ണിയായിട്ടാണ് ഇവർ വരുത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ സമയത്ത് പൂതനെ വിട്ടിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും പാല് കൊടുത്തുകൊള്ളുക. സുന്ദരിയായിട്ടാണ് വിട്ടിരിക്കുന്നത്. എവിടെയെല്ലാം അവളെ ജോലി എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം പോയി വശീകരിച്ച് ഇവന്മാരെയെല്ലാം കുട്ടികളുണ്ടെങ്കിൽ, എതിർപ്പുള്ള കുട്ടികളാണെങ്കിൽ പാല് കൊടുത്ത് കൊല്ലുക, പാല് കൊടുത്ത് കൊള്ളുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ജനങ്ങളുടെ ഇടക്ക് ഈ പ്രതിഷേധക്കാരിൽ അവർക്ക് സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അവിടെ പോയിട്ട് നേരിട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. അവർ ഉപയോഗിക്കുന്ന തന്ത്രം എന്തായിരിക്കും? ഇത്തരല്ല, പാല് കൊടുക്കുക, സുന്ദരിയായ സ്ത്രീയായിട്ട് പോകും. ഇതെല്ലാം തന്ത്രങ്ങൾ. നമുക്ക് തന്നെ ഇന്ന് മനസ്സിലാക്കണം. ഇന്നൊരു കോടതിയിൽ പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ട് എന്ന് വെച്ചോളൂ. നാട്ടിൽ കോളിളക്കം സൃഷ്ടിച്ച കേസ്. എല്ലാ ജനം മുഴുവൻ ആ കുറ്റം ചെയ്ത ആൾക്കെതിരായിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. കോടതിയിൽ വാദം നടക്കുമ്പോൾ എന്ത് പറ്റും? അതുവരെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന കക്ഷികൾ പെട്ടെന്ന് കാലങ്ങ് മാറും. എങ്ങനെയാ കാല് മാറുന്നത്? ഒന്നിക്കിൽ ഭീഷണി, അല്ലെങ്കിൽ വല്ല സ്ഥാനങ്ങളും പണങ്ങളും എല്ലാം കൊടുത്തിട്ട് വശീകരിക്കും. അതോടുകൂടി അവൻ കാല് മാറും. പക്ഷെ ഇവിടെയും അതാണ് പറയുന്നത്. കംസൻ എന്ത് ചെയ്യും? പല തന്ത്രങ്ങളും. സുന്ദരിമാരെ വിടും, പാല് കൊടുക്കാൻ വരുന്നമാര് വരും. ലക്ഷ്യം എന്താണ്? ഇതിനെ വശീകരിച്ച് ഇല്ലാതാക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും കൊന്നാലും ഇവിടെ നമ്മളെ കഥാപാത്രം എന്ന് പറയുന്നത് കാലമാണ്. ഒരു കുട്ടിയെ കൊന്നാലും, ഇപ്പോൾ ഒരാൾ പ്രതിഷേധിക്കുന്നു, അവരെ കൊന്നു കഴിഞ്ഞാലും കാലത്തിന് മാറ്റമില്ല. ആ വ്യക്തി അതിനെ കാല് മാറ്റി എടുത്താലും കാലത്തിനെന്തില്ല, മാറ്റമില്ല. കാലം അതിൽ നിന്നല്ല രക്ഷപ്പെടും. അതാണ് ഓരോ തുള്ളി ചോരയിൽ നിന്ന് പറയുന്നതിന്റെ അർത്ഥം. കാരണം ഒരാളെ കൊന്നു കഴിഞ്ഞത് കൊണ്ട് ആ പ്രതിഷേധം എന്ന കാലം അതില്ലാതാകുന്നില്ല. വ്യക്തികൾക്കല്ല ഇവിടെ സ്ഥാനം. വ്യക്തികളെ കൊല്ലാൻ പറ്റും, പക്ഷെ ആശയം അവരെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഭൂതനമാരിയുള്ളതിനെല്ലാം വിട്ടുകഴിഞ്ഞാൽ അതെല്ലാം മാറും, മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ കാലമാണ് ലോകത്തെ മുന്നോട്ടേക്ക് അയക്കുന്നത്. കാലം ഇതിനെയെല്ലാം മറികടന്ന് പോകും. അത് പറയാൻ വേണ്ടിയാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടീനെ നിങ്ങൾ എന്തായിട്ട് കാണണം? കാലമായിട്ട് കാണണം. പൂതന എന്ത് ചെയ്യുന്നു? അവളെ കൊല്ലുന്നു. അവളെ ജീവനടക്കം എടുത്തു കളയുകയാണ്. അപ്പൊ ജീവനെടുക്കാനുള്ള ശക്തി ആർക്കാ ഉള്ളത്? പാലിന്റെ പരം ജീവനും കൂടി വലിച്ചെടുത്തു. അപ്പൊ ആർക്കാണ് ജീവനെടുക്കാനുള്ള ശക്തി? കാലത്തിന്. അപ്പൊ അത്തരം വ്യക്തികളെ കാലം തന്നെ ഇല്ലാതാക്കി കളയും. കാരണം കാലത്തിനാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. അപ്പൊ നമ്മള് കാലമാകുന്ന ശക്തിയെ നമുക്ക് തടുക്കാൻ പറ്റില്ല. എത്ര ദുർഭരണാധികാരികളാണെങ്കിലും കാലത്തെ തടുക്കാൻ പറ്റില്ല. ചില വ്യക്തികളെ കണ്ടിട്ട് നമ്മൾ അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ പറ്റുന്നു പറഞ്ഞാൽ അതാണ് 1000 പേര് ഉയരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. തട്ടിയത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കാലമാണ് ലോകത്തെ മുന്നോട്ടേക്ക് എടുത്തുന്നത്. ഇതിന്റെ പിന്നിൽ കാലമാണുള്ളത്. ഈ സത്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം പൂതനേനെ കൊന്ന് അപ്പൊ നാട്ടുകാരിൽ അന്തം പിടിക്കുകയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നാട്ടുകാർ അന്തം പിടിക്കുകയാണ്. അപ്പോഴാണ് നന്ദഗോപര് തിരിച്ചു വരുന്നത്. അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ സൂക്ഷിച്ചോളം ഞാൻ തന്നെ പോകുന്നു. ഇവിടെ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇതാണ് സംഭവം. വലിയൊരു പൂതനേനെ കൊന്നു വെച്ചിരിക്കുകയാണ് കാലം. അപ്പൊ കാലം അതിന്റെ ശേഷം അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ കുട്ടിയെ, പൂതന വന്നിട്ട് വിഷമെല്ലാം കൊടുക്കുകയല്ലേ, ആ കുട്ടീനെ ഗോമൂത്രം കൊണ്ട് ചാണകം കൊണ്ടെല്ലാം ശുദ്ധിയാക്കിയത് എന്ന് പറയുകയാണ്. ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഗോമൂത്രത്തിലും
ചാണകത്തിലും എല്ലാം എന്തുണ്ട്? രോഗാണുക്കളെ നശിക്കുവാനുള്ള കഴിവുണ്ട്. അത് ഒരു വശം. അതിന്റെ കൂടെ വേദവ്യാസം പറയുന്ന ഒരു വശം പറയുകയാണ്. നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് കൊണ്ടുപോയിട്ട് കൊറോണക്ക് പറ്റുമെന്നൊന്നും പറഞ്ഞേക്കരുത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ വസ്തുവും അതിനനുകൂലമാണോ അതിന്റെ ശാസ്ത്ര തത്വങ്ങൾ മനസ്സിലാക്കി. യുക്തിവാദികൾ ഇത് കേട്ട ഉടനെ എതിർക്കുകയും ചെയ്യും. അതൊന്നുമല്ല അർത്ഥം. ഗോമൂത്രത്തിനും ചാണകത്തിനും എല്ലാം എന്തുണ്ട്? അണുനശീകരണ ശക്തിയുണ്ട്. അത് ശാസ്ത്രലോകം കണ്ടെത്താൻ ശ്രമിക്കണം. അതുകൊണ്ട് എല്ലാത്തിനും ഇപ്പൊ കൊറോണക്ക് അത് പറ്റുമോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൊറോണ വളരുന്നത് ഈ ഗോമൂത്രത്തിലായിരിക്കും. അതപ്പോ അതിന്റെ രസതന്ത്രങ്ങളെ ശാസ്ത്രീയമായി യുക്തിവാദികളെ എതിർക്കും, കണ്ണടച്ചെതിർക്കും. പക്ഷേ ഒരു വസ്തുവിനെ നമ്മൾ വിഷമായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാത്തിനും അത് വിഷമാണെന്നില്ല. അപ്പോൾ വിഷമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ചില രോഗാണുക്കളെ നശിപ്പിക്കാൻ പറ്റും. ലോകത്തിലുള്ള എല്ലാ അത് പണ്ട് ചുക്ക്, വയറ്റിൽ അസുഖം ഉണ്ടെങ്കിൽ ചുക്ക് കുടിച്ചാൽ മതി. അതിന്റെ ഇരുമ്പും അതിന്റെ കൂടെ തന്നെ പറഞ്ഞു വെച്ചാണ്, ഇരുമ്പും എടുത്ത് കഴിച്ചിട്ട് ചുക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദഹിക്കുമെന്ന്, അത് അലിഞ്ഞു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഈ പറയുന്നതിലെല്ലാം ഓരോ അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഗോമൂത്രത്തില് ചിലപ്പോൾ ഗോമൂത്രത്തിലായിരിക്കും ഈ ബാക്ടീരിയ ഏറ്റവും കൂടുതൽ വളരുന്നത്. അപ്പോൾ അതിന്റെ രസതന്ത്രം പഠിച്ചതിന്റെ ശേഷം എവിടെയെല്ലാം ഉപയോഗിക്കാമെന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ ഇതിന്റെ ആത്മീയം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ വേദത്തെ പറഞ്ഞിരിക്കുന്നു ഗോമൂത്രം, അതിന്റെ ശാസ്ത്രീയം മനസ്സിലാക്കണം. ഈ ഗോമൂത്രം ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് അത് വളമാണ്. ചെടി നശിച്ചു പോകുന്നില്ല. എല്ലാ ജീവജാലങ്ങളും നശിക്കണമെന്നില്ല. അപ്പൊ ഇതെല്ലാം അതിലൊരു കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാത്തിനും കയറിയിട്ട് പ്രയോഗിക്കാൻ പറ്റുന്നതല്ല. ചിലപ്പോൾ ഈ ചാണകത്തിലെല്ലായിരിക്കും ഈ ബാക്ടീരിയ ഏറ്റവും കൂടുതൽ വളരുക. അത് അതിലേക്ക് പോട്ടെ, അതൊരു വശം. ഇതിനെന്തുണ്ട്? അണുനാശം. പിന്നെ ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണ്? വൈശ്യരുടെ അടുത്താണ് ഇവർ വളരുന്നത്, കൊച്ച്, അതായത് കാലം. അവിടെ ഗോമൂത്രത്തിലും ചാണകത്തിലെല്ലാം ഇത് വളരുന്നു എന്നാണ് പറയുന്നത്. ഈ കുട്ടീനെ സംരക്ഷിക്കുന്നത് അത്രയും പശുക്കളെയെല്ലാം പോറ്റുന്ന ഏറ്റവും തൊഴിലാളി വർഗം, അധ്വാനിക്കുന്ന ചില വിഭാഗം വൈശ്യര്, അവരുടെ കണക്കാണ് ഇത്. ചാണകത്തിലും മൂത്രത്തിലും അവിടെയെല്ലാം ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഗ്രാമങ്ങളിൽ ചെയ്ത എല്ലായിടത്തും ചാണകവും മൂത്രവും എല്ലാം തന്നെയായിരിക്കും. അതിലാണ് ഇത് വളരുന്നത്. നമ്മളെ കുട്ടികളെ നമ്മൾ പറയും തീട്ടത്തിലും മൂത്രത്തിലും എല്ലാം കിടന്ന് വളരണം. കാരണം അങ്ങനെയാണ് അവർ വരുന്നത്. ജനിക്കുമ്പോൾ തന്നെ അവിടെ തന്നെ തോറും അതിൽ കിടന്നിട്ടാണ് വളരുന്നത്. പണ്ടത്തെ കുട്ടികൾ അങ്ങനെയല്ല. അപ്പൊ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ എടുത്ത് കഴുകിയിട്ട് പിന്നെ കൊണ്ട് കിടത്തി. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ എല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. 24 മണിക്കൂറും അതിൻ്റെ അകത്ത് തന്നെയാണ്. പണ്ട് അങ്ങനെയില്ല. മൂത്രമെല്ലാം എടുത്ത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ആദ്യം പുതിയ കിടത്തും. ഇപ്പൊ ആ പരിപാടിയൊന്നുമില്ല. 24 മണിക്കൂറും അതാണ്. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആ ആശയത്തിൽ ചാണകത്തിലും മൂത്രത്തിലും എല്ലാം ഈ കുട്ടിയെ സംരക്ഷിച്ച് വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജനവിഭാഗത്തിന്റെ ഇടക്കാണ് ഈ കൊച്ചെന്താകുന്നത്? വളരുന്നത്. അത് തന്നെയാണ് ആട്ടിടയരുടെ ഇടക്കാണ് ആരെന്ന് പറഞ്ഞത്? യേശു വളർന്നതെന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പൂതന പോലെയുള്ള സ്വാദ് പ്രലോഭിപ്പിച്ചിട്ട് എല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കും. എല്ലാ തന്ത്രവും ആരുപയോഗിക്കും? കംസൻ ഉപയോഗിക്കും. അന്നത്തെ ഭരണാധികാരികൾ, രാജഭരണത്തിന്റെ ആൾക്കാർ കൊണ്ടുപോകും, അല്ല ഉപയോഗിക്കും. പിന്നെ ഈ കുട്ടിയെ ഇതൊരു മനുഷ്യക്കുട്ടി എന്ന നിലയിലല്ല ചിത്രീകരിക്കുന്നത്. അതിന്റെ ചില അത്ഭുത കഴിവുകളെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ചില സമയത്ത് ഈ കാലം ചില അത്ഭുതങ്ങൾ കാണിക്കുന്നു പറയാൻ വേണ്ടി ഇവിടെ പറയുകയാണ്. ഒരിക്കലും കുട്ടിയും കൊണ്ട് ഇവർ ഉത്സവത്തിന് പോയി. കുട്ടീനെ എന്നിട്ട് കാളവണ്ടിയുടെ അടിയിൽ കടത്തി. കാലവണ്ടീന്റെ ഇടതിൽ കിടത്തിയിട്ട് നോക്കി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് കുട്ടി കാലിട്ടിട്ട് മോളിട്ട്, ഇങ്ങനെയല്ലേ കുട്ടികൾ കാല് മോളിട്ട് കളിക്കുമല്ലോ. അപ്പം പാല് കിട്ടാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത് കാലിട്ടിട്ട് ഇങ്ങനെ അടിച്ചപ്പോൾ ആ വണ്ടി അടക്കം പൊടിഞ്ഞു കെട്ടി താഴെ വീണ് എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രതിഷേധ ശക്തിക്ക് അത്രയും വലിയ കാലത്തിന് അത്രയും വലിയ ശക്തിയുണ്ട്. നിങ്ങൾ ഈ കാലത്തെ നിസ്സാരമായി കാണരുത്. നമ്മൾ ഇന്ന് തന്നെ നോക്കണം. നമ്മളൊരു 3ാം ലോകമഹായുദ്ധത്തില്, മഹാഭാരത യുദ്ധത്തില് ചൂതുകളിക്കെതിരായിട്ട്, മുതലാളിത്തത്തിനെതിരായിട്ടുള്ള ഒരു കാലമാണ്
ലോകത്താണ് ജീവിക്കുന്നത്. ഏത് മഹാഭാരത കഥ. അതിൽ കാലം എന്താണ് ചെയ്യുന്നത് നോക്കൂ. ഒരു കൊറോണ വൈറസ് ഉണ്ടാക്കിയിട്ട് എന്താണ്, അതൊരു രോഗമാണ്. രോഗമെന്ന നിലയിൽ ലോകം മുഴുവൻ അതിന്റെ ദോഷമുണ്ട്. പക്ഷെ അത് എന്താ ചെയ്യുന്നത്? ഈ മുതലാളിത്ത വ്യവസ്ഥയെ ചൂതുകളിയെ അടിച്ച് തകർക്കുകയാണ്. മുതലാളിത്തത്തിന് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ മുതലാളിത്തത്തിനാണ് ഇതിന്റെ ആഘാതം ഉണ്ടാകുന്നത്. അത് ഈ കാലമാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ കാലത്തിന്റെ ചില പ്രവർത്തികൾ കാണുമ്പോൾ ജനം എന്താവും, അന്തം വിട്ടു നിൽക്കും. കാരണം ഒരു കാലം ഒന്നിനെ മാറ്റുമ്പോൾ അതിന്റെ കൂടെ കുറെ ദുർനിമിത്തങ്ങൾ, ഇങ്ങനെ കുറെ സംഭവവികാസങ്ങൾ ലോകത്തിൽ കാണും. അതാണ് ഇവിടെ ചിന്തിച്ചത്. എന്ത് അല്ലാതെ വെറുതെ ഒരു കാളവണ്ടി പൊട്ടിച്ചിട്ടിട്ട് എന്ന് പറയേണ്ട കാര്യം എന്താണ്? കാലത്തിന് അത്രയും ശക്തിയുണ്ട്. അത് ചില സമയത്ത് അപ്പൊ എന്താണ്, ഗോപികമാർകൾ ഇതും കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ കുട്ടീന്റെ കളി കണ്ടിട്ട് നമ്മൾ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മുതലാളിത്തത്തെ ചുടക്കുകയാണ്. ഇപ്പോൾ കൊറോണ കാലമാകുന്ന ആ പ്രതിഭാസം. അത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ അത്ര എഫക്റ്റ് ഇല്ല. ഇത് ഒരു പ്രത്യേക, എല്ലാത്തിലും എഫക്റ്റ് ഉണ്ട്, രോഗമെന്ന നിലയിൽ എഫക്റ്റ് ഉണ്ട്. പക്ഷെ മുതലാളിത്തത്തിന്റെ അടിത്തറ തന്നെ അത് അളക്കിയാണ്. ഏറ്റവും വലിയ നേവിന്റെ അകത്ത് അവിടത്തുള്ള നേവിയിലെ ഭടന്മാർക്കെല്ലാം ഈ രോഗം വന്നിരിക്കുകയാണ്. അപ്പൊ ആകെ ഒലച്ചു കളയുന്നുണ്ട്. അപ്പൊ ഇത്തരം ചില പ്രതിഭാസങ്ങൾ ഒരു കാലഘട്ടം മാറുമ്പോൾ നമ്മൾ കാണും. അതാണ് ഈ കുട്ടീനെ അങ്ങനെ ചിത്രീകരിക്കുക. അത്രയും ശക്തിയുള്ളതാണ്. വേറെ സമയത്ത് എന്ത് പറയുന്നു, ഈ കുട്ടീനെ മടിയിലിരുത്തിയപ്പോൾ അമ്മക്ക് എന്ത് പറ്റി, വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല, പിന്നെ എടുത്ത് കുട്ടീനെ താഴത്ത് വെച്ചു. അപ്പോഴാണ് ഒരു കൊടുങ്കാറ്റ് രൂപത്തില് ഒരു അസുരം വരുന്നു. ആര് വിട്ട? മറ്റേ കക്ഷി വിട്ടത്, തൃണാവർത്തൻ വന്നിട്ട് ഈ കുട്ടീനെ അട്ടിച്ചെടുത്തങ്ങ് മുകളിൽ കൊണ്ടുപോയി. അപ്പൊ അവനും വെയിറ്റ് താങ്ങാതെ ഈ കുട്ടീനെ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴത്തിടാൻ നോക്കി. അപ്പൊ അവൻ കയറി, കൃഷ്ണൻ കയറിയിട്ട് കഴുത്തിന് പിടിച്ചു കളഞ്ഞു. പിന്നെ രണ്ടും കൂടി ഒന്നിച്ചാണ് വീണ. പിന്നെ അവൻ ചത്ത്. അതായത് പിന്നടിച്ച കൊടുങ്കാറ്റ് രൂപത്തില് കംസൻ ആളെ വിട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സ്ഥലം മുഴുവൻ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ അതിനെയും കാലം അതിജീവിക്കുന്നു. ചിലപ്പോൾ കംസൻ വിചാരിച്ച ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കൊല്ലാൻ പറ്റും. കൊന്നാലും പക്ഷെ എന്തുണ്ട്, കാലത്തെ കൃഷ്ണനെ, കാലമാകുന്ന കൃഷ്ണനെ കംസനല്ല ഭരണാധികാരികൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇതെന്താണ്, കാലമാണ് കൃഷ്ണൻ, അല്ലാതെ എന്തല്ല ഒരു കുട്ടിയായിട്ട് കാണരുത്. ആ കാലം ഈ ദുർഭരണത്തെ, രാജഭരണത്തെ തച്ചുടക്കുന്ന കാലമാണ് ഏത്, കൃഷ്ണൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, അവനെ അത് കൊന്നു. അപ്പം ജനം പകച്ചു നിൽക്കുകയാണ്. നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൊറോണ മാത്രമല്ല അറ്റാക്ക് ചെയ്യുന്നത്, കാലത്തില് അതിൻ്റെ ഇടയ്ക്ക് ചുഴലിക്കാറ്റും കയറി അടിക്കുന്നുണ്ട് ചിലയിടത്ത്. അപ്പോൾ ഒരു വ്യവസ്ഥിതിയെ തച്ചുടക്കുമ്പോൾ, കാലം തച്ചുടക്കുമ്പോൾ പലതും മറഞ്ഞു കെട്ടി വീഴും. ഇതെല്ലാം കണ്ടിട്ട് ജനം അന്തം വിടും. നമ്മളിപ്പോഴും അന്തം വിടുന്നുണ്ട്. ഇത് രാജഭരണത്തിലും കാലം എന്താണ്, ഓരോ ഘട്ടത്തെ മാറ്റിമറിക്കുകയാണ്. രാജഭരണത്തെ മുഴുവൻ പൊളിച്ചിട്ട്, ലോകത്തിൽ മുഴുവൻ രാജഭരണമായിരുന്നു, അതിനെ തച്ചുടച്ചിട്ടാണ് കുറെ പേര് മുതലാളിത്തത്തിലേക്ക് വന്നു, കമ്മ്യൂണിസത്തിലേക്ക് പോയി. കമ്മ്യൂണിസത്തിൽ പോയ കാര്യങ്ങളാണ്, സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് പോയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. മറ്റേത് ചൂതുകളിയുടെ വശമായിട്ട് മഹാഭാരതത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് എന്തോ, അപ്പം ചുഴലിക്കാറ്റ് മാതിരി, അതായത് ശക്തി ഉപയോഗിച്ച് നേരത്തെ പൂതനേനെ വിട്ടത് സ്വാധീനിച്ചിട്ട് പാലെല്ലാം കൊടുത്ത് സുന്ദരിയായിട്ട് രൂപത്തിലെല്ലാം ഒന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പിന്നെ എന്തായി, ചുഴലിക്കാറ്റ് പോലെ ആട്ടിയടിച്ചു. അതിനും കാലത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാലം മുന്നോട്ടേക്ക് തന്നെ പോകും. എന്നിട്ടോ പിന്നെ ഒരിക്കൽ ഈ ഇവനെ അമ്മ മടിയിൽ വെച്ചിരിക്കുമ്പോൾ ഇവനൊരിക്കൽ കോട്ടുവായിട്ടപ്പോൾ എന്താ, വായിൽ മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവനാണ് കണ്ടത്. അപ്പൊ ഈ ശക്തി എന്നത്, കാലം എന്നത് പ്രപഞ്ചമാണ്. എല്ലാവരും നിങ്ങളൊരു കൊച്ചായിട്ട് കാണുന്നത്. ഇത് കൃഷ്ണനും എന്ത് പറഞ്ഞിട്ടുണ്ട്, ആ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് കൃഷ്ണൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വായി തുറന്നു വെച്ചിരിക്കുകയാണ്. ദുര്യോധനാദികളെല്ലാം വായിലേക്ക് അങ്ങ് പോകുകയാണ്. അതിന്റെ അടുത്ത് കിടന്ന് ഞെരിഞ്ഞോണ്ട്, എന്നിട്ട് അർജുനനോട് പറയുന്നു, നീയൊന്നുമല്ല, നിന്നെയൊന്നുമല്ല, ഞാനിവന്മാരെ കൊന്നു കഴിഞ്ഞു കാലം. പക്ഷെ നിന്നെയല്ല ഇല്ലാത്തൊരു വെറുതെ ഒന്ന് കിടക്കട്ടെ, നിന്റെ പേരിൽ തരാം. ഇതേപോലെ കാലമാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെയും കൃഷ്ണനെ തന്നെ
എന്തായിട്ട് കാണണമെന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്? ഈ കൊച്ചി എന്നത് കാലമാകുന്ന ശക്തിയാണ്. എല്ലാതും നമ്മൾ ഈ കൊച്ചിനെ എടുത്തിട്ട് വല്ലതും കൈമൽ വെച്ചിട്ട് ഇങ്ങനെ റാലിയിലോ ചെയ്യേണ്ട ഒരു സാധനമല്ല അത്. പ്രപഞ്ചത്തിലെ വ്യവസ്ഥിതികളെ തച്ചുടച്ചിട്ട്, അതിനാണ് വിപ്ലവം എന്ന് പറയുന്നത്. വിപ്ലവം എന്ന് കാണുമ്പം നമുക്കിപ്പം തോന്നും കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ പറയാം. അതൊന്നുമല്ല. ഫ്രഞ്ച് വിപ്ലവം കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ്. ഓരോ കാലഘട്ടത്തിലെ വ്യവസ്ഥിതിയെ തച്ചുടക്കുന്നതിനാണ് വിപ്ലവം എന്ന് പറയുന്നത്. അത് ആരാണ് തച്ചുടക്കുന്നത്? കാലമാണ് തച്ചുടക്കുന്നത്. അപ്പം കാലം എന്ത് ചെയ്യുന്നു? രാജഭരണത്തെ തച്ചുടക്കാനുള്ള ലക്ഷണങ്ങളും അതിനെ എങ്ങനെ രാജാക്കന്മാര് തടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്.